അച്ഛനല്ലേ? ഏട്ടാ എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? അതന്നെ അപ്പനക്ക് ഓർമ്മ ഉണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട്? നീ എന്താ ഇവിടെ? അല്ല നീ ഗെറ്റ് ടുഗദറിന് വരാഞ്ഞേ? എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. നിന്റെ ബാച്ചും ഞങ്ങളെ ബാച്ചും മൊത്തം ഭയങ്കര രസമായിരുന്നു. നമ്മളെ ടീച്ചേഴ്സ് വന്നു, പാട്ടും കളിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എല്ലാരും. ഈ എന്താ വരാഞ്ഞേ? ഈ വരും നമ്മൾ പ്രതീക്ഷിച്ച്. ഇങ്ങനൊന്നും അല്ലേന്നല്ലോ, ഈ വല്ല റബ്ബർ പാലും കുടിച്ച പോലെ ഇരുന്നല്ലോ. ആദ്യമൊക്കെ നിന്റെ ദിവസം എല്ലാരും നിന്നെ നോക്കലാവണി. പിന്നെ സ്പോർട്സ് തന്നെയാണ്. ഗെറ്റ് ടുഗദറിനും എല്ലാരും പറഞ്ഞ് ചിരിച്ച്. എന്റെ അമ്മോ, അന്ന് ഓട്ട മത്സരം തുടങ്ങാൻ നേരത്തെ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഭയങ്കര ശക്തി എടുത്തായിരുന്നു ഓടിയത്. തോപ്പിക്കണമല്ലോ. പക്ഷെ നടുക്കെത്തിയപ്പോ എന്തോ ഞാൻ പെട്ടെന്ന് മറിഞ്ഞു വീണു. വീണ് എന്റെ ദേഹം ആസകലം പൊടിയൊക്കെ പറ്റി ചുറ്റും നിന്നവരൊക്കെ ചിരിച്ച്, ഞാനും കുറേയൊക്കെ ചിരിച്ചു, എല്ലാവരുടെയും കൂടെ ചിരിച്ചു. പക്ഷെ ജീവിതത്തിന്റെ വേറെ കുറെ ഓട്ടങ്ങൾ വന്നപ്പോ ഓട്ട മത്സരത്തിലൊക്കെ പകുതി കഴിക്കും. എല്ലാവർക്കും ഇങ്ങനെ സന്തോഷമാണ്, സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതന്നെല്ലടാ ലൈഫ്. അതൊക്കെ അങ്ങനെ തന്നെ. അതൊക്കെ അതിനനുസരിച്ച് നമ്മളൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അല്ലാതെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക വേണ്ടത്. ശരി, ഇപ്പൊ എന്താ ചെയ്യണം അത് പറ. അച്ഛൻ പോയ പിന്നെ വീടിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര കഷ്ടം. എനിക്കൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതാണ്. തന്നെ നമുക്കൊരു ചായ കുടിക്കാം. എന്റെ സങ്കടം എപ്പോഴും മാറിയിടും. ലൈഫിൽ എപ്പോഴും സന്തോഷം മാത്രമൊന്നുമല്ല. ഞാനും ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് സമയം ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് തിരഞ്ഞു. തൽക്കാലം ചെറിയ ചെറിയ ഫേമിലൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു. ഒന്നും സെറ്റായില്ല. പിന്നാണ് ഞാൻ ഈ PSC കുറിച്ച് അറിയുന്നത്. അങ്ങനെ പിന്നെ എഴുതി ഒന്നൊന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷെ ഇപ്പൊ സർവീസ് കയറി കുറച്ചു കാലം. ആദ്യം വിചാരിച്ചത് നടക്കാത്ത പരിപാടിയാണ്, എന്തായാലും എത്തൂലെന്നൊക്കെ. പക്ഷെ കാര്യമായിട്ട് വർക്ക് ചെയ്തത് കിട്ടുന്നതാണ്. കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് മാറും. നീ എന്തുകൊണ്ട് അങ്ങോട്ട് നോക്കിയില്ല? കുറെ ശ്രമിച്ചു. വീടിന്റെ അവസ്ഥയും പിന്നെ ഇപ്പോഴത്തെ വലിയ ഫീസ് ഒന്നും താങ്ങാൻ പറ്റുന്ന അവസ്ഥ. ഒന്ന് പോയേ ചെങ്ങായിയെ. ഈ സൈലത്തിനെ കുറിച്ച് കേട്ടില്ല? ഓ, സൈലം ഫേമസ് അല്ലേ? ആ, ഫേമസ് ആണ്. എന്നുവെച്ചാൽ അത്ര ഫീസ് ഇല്ല. എത്ര പേരാ പഠിക്കുന്നത്? ഇത്ര കുറഞ്ഞ ഫീസാ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുള്ളൂ. ഞാൻ അതിനേക്കാളും ഫീസ് കൊടുത്തിട്ടാണ് അന്ന കാലത്ത് PSC പഠിച്ചത്. അതും ഇപ്പൊ പോരാത്തതിനാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിന്റെ കോഴ്സ്, അതേപോലെ കമ്പനി ബോർഡ് LGS കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. നേരെ ആ കോഴ്സിന് അഡ്മിഷൻ എടുക്കുക. തൽക്കാലം ഇപ്പൊ ഈ വേറെ ഒന്നും ആലോചിക്കണ്ട. കുറച്ചു കാലം അതിനു വേണ്ടി ഞങ്ങൾ പഠിക്കും. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ എടുക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളും കിട്ടും. ഇനി അതിന് പുറമെ എക്സാമുകളായിട്ടായാലും ഇവിടെ ഭയങ്കര സപ്പോർട്ടാടാ. എനിക്ക് വിശ്വാസമുണ്ട് നിനക്കത് കിട്ടും. ഓക്കെ, പിന്നെ അല്ലാണ്ട് പറ്റും. അതല്ലേ പറയണത്. നമ്മളൊരു വിഷമം ഉണ്ടാവുന്ന സമയത്ത്, ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് കറക്റ്റ് ഒരു തീരുമാനം എടുക്കുക. അത് തന്നെ. പിന്നെ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അല്ലേ? കിട്ടൂടാ.